ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോണിൻ്റെ ലാറ്ററൽ സർഫസും ടോട്ടൽ സർഫസും വോളിയമാണ്. ഓക്കെ, കോണിൻ്റെയും ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെയും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കോൺ ഡിസ്കസ് ചെയ്യാം. കോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ബേസ് സർക്കുലർ ആയിട്ടുള്ള പിരമിഡിന് പറയുന്ന പേരാണ് എന്ത്? കോൺ എന്ന് പറയുന്നത് അല്ലേ. താഴെ എന്തായിരിക്കും? സർക്കുലർ ആയിരിക്കും, 2 സ്ലാൻഡിങ് പോർഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു പിരമിഡിനെ പറയുന്നതാണ് കോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr². നമുക്കറിയാം എന്ത്? സർക്കിളാണ് താഴെ വരുന്നത്. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrl ആയിരിക്കും. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയാസും, ലാറ്ററൽ സർഫസും എന്താണ്, ബേസ് ആയിട്ടുള്ളതും കൂടി പ്ലസ് ചെയ്തതാണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ π×r കോമൺ ആയിട്ട് എടുക്കുക, l+r ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? √r² + h² എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 ഏരിയ ഇൻറ്റു എച്ച്. ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ബേസിൻ്റെ ഏരിയ ഇൻറ്റു എച്ച് ആണ് എന്ത്? ഇൻറ്റു 1/3 ചെയ്താൽ എന്ത് കിട്ടും? കോണിൻ്റെ വോളിയം കിട്ടും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Calculate the height. Also find the lateral surface area if a cone has a base diameter of 210 mm and its volume is 3056 cm3. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു കോണാണ്. ഇതിൻ്റെ ബേസ് ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 210 mm ആണ്. അതേപോലെ നമുക്ക് എന്തുണ്ട്? വോളിയം തന്നിട്ടുണ്ട് 3056 cm3 എന്ന്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം രണ്ട് വാല്യൂകളും തന്നത് ഡിഫറെൻറ്റ് യൂണിറ്റുകളാണ്. അപ്പം നമുക്ക് സെയിം യൂണിറ്റിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം cm3 നമുക്ക് mm3 മാറ്റാം. അപ്പോൾ എന്ത് വരും? 3056 × 1000 m3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 1/3 ഏരിയ ഇൻറ്റു ബേസ് ആണ്, അതായത് ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. 1000 നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. 1/3 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സർക്കിളാണെന്ന്. സർക്കിളിന് നമുക്ക് π/4 d² എന്ന് എഴുതാം. ഈ π/4 ഞാൻ 0.785 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആക്കിയിട്ട് എടുക്കുകയാണ്. π/4 വാല്യൂ ആണ് 0.785 ഇൻറ്റു d². π/4 d² എന്നല്ലേ എൻ്റെ വാല്യൂ വരാം. അപ്പോൾ d² എന്ന് പറയണേ 210 ഇൻറ്റു h എന്ന് വരും. ഇതല്ലേ നമ്മളിത് ഇത്രയും പോർഷൻ ഏരിയയാണ് ഇൻറ്റു ഹൈറ്റ്. ഇതല്ലേ നമ്മൾ വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഈ ഏരിയൻ്റെ π/4 ഇൻറ്റു d² ആണ് ഞാൻ ഇവിടെ എഴുതിയത്. 0.785 ഇൻറ്റു 210². ഈ π/4നെയാണ് 0.785 എന്ന് എഴുതിയത്. ഓക്കെ, നമുക്കെന്ത് വരും? അപ്പം നമുക്ക് എച്ചിനെ, നേരത്തെ കണ്ട എച്ചിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ h = 3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.785 ഇൻറ്റു 210² എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 264.82 mm ഹൈറ്റ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി കാണണം. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് ഫസ്റ്റ് സ്ലാൻഡ് ഹൈറ്റ് കാണാം. ഈ സ്ലാൻഡ് ഹൈറ്റും അതേപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റും ഡയമീറ്ററും, അതായത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πrl ആണ്. ഓക്കെ, π
ആർ എല്ലാണ് എന്ത് പറയുന്നത്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. കോണിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയയാണ് പൈ ആർ എൽ. ഓക്കെ, ഇനി എൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത്, ആർ സ്ക്വയർ പ്ലസ് എന്താണ് എച്ച് സ്ക്വയർ ആണ് അല്ലേ, ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എച്ച് നമുക്ക് ഓൾറെഡി 210 പകുതി എത്ര വരും, 105 വരും. ഓക്കെ, അപ്പം ആർ സ്ക്വയർ എന്ന് പറയുന്നത് 105 സ്ക്വയർ പ്ലസ് എച്ച് നമ്മളിപ്പോൾ കണ്ടെത്തി 264.83, ഇതിൻ്റെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടും, 284.9 എന്ന് വരും. എന്താണ് അത്, സ്ലാൻഡ് ഹൈറ്റാണ് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് കാണണം, ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ എൽ ആണ്. പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്, 105 ഇൻറ്റു എൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടെത്തി 284.9. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 940.17 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ആൻസർ വരാം. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റിൻ്റെ സ്ക്വയർ. ഇനി നെക്സ്റ്റ് ആണ് ഫ്രസ്റ്റം ഓഫ് കോൺ. ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു കോണുണ്ട്. ഈ കോണിനെ ഈ ബേസിന് ഇതാണല്ലോ ബേസ്, ഇതിന് പാരലായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനൊരു പോർഷന് കിട്ടും. ഇത് റിമൂവ് ചെയ്യാം, മേലത്തെ പോർഷൻ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ പോർഷന് പറയുന്ന പേരാണ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന്. എന്താ പറയല്, ഫ്രസ്റ്റം ഓഫ് കോൺ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, when a cone is cut by plane parallel to the base and the upper part is removed, the formation appears is termed as frustum of cone. നമ്മൾ ഈ ബക്കറ്റും ഓയിലിൻ്റെ ക്യാൻസൊക്കെ എന്താണ്, ഫ്രസ്റ്റം ഷേപ്പിലാണ്. ഓക്കെ, ആ ഒരു ഷേപ്പിന് പറയുന്നതാണ് ഫ്രസ്റ്റം ഓഫ് കോൺ എന്ന്. ഈ ഫ്രസ്റ്റം ഓഫ് കോണിന് എന്താ പറയുക, ഈ രണ്ട് സർക്കിൾ ഉണ്ടാവും അല്ലേ. ടോപ്പിലൊരു ചെറിയ സർക്കിൾ ഉണ്ടായിരിക്കും, ബോട്ടത്തിലൊരു വലിയ സർക്കിൾ ഉണ്ടായിരിക്കും. ഈ ടോപ്പിലുള്ള സർക്കിളിനെ റേഡിയസിന് ആറെന്നും ക്യാപിറ്റൽ ആറെന്ന് താഴെയുള്ള റേഡിയസിനെ നമ്മൾ വിളിക്കും. ഇനി എന്താ, ഓക്കെ, ഈ കേർവ്ഡ് ലെങ്ത്തിന് എൽ എന്ന് വിളിച്ചു, അതായത് സ്ലാൻഡിങ് ആയിട്ടുള്ള ഭാഗത്തിനെ. ഇതിൻ്റെ സെൻറ്റർ ടു ഇതിൻ്റെ സെൻറ്ററിലുള്ളത് ഹൈറ്റ് എച്ച് എടുത്ത്. ഇനി ഫ്രസ്റ്റം ഓഫ് കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ എച്ച് ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു എച്ച് പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് മാറരുത്, സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും നോക്കുക ഏതാണ് പറയുന്നതെന്ന്. വലിയതിന് താഴാണ്, ബോട്ടത്തിലാണ് നമുക്ക് വലിയ റേഡിയസ് ഉണ്ടാവുക ഫ്രസ്റ്റം ഓഫ് കോണിൽ. അതിന് ക്യാപിറ്റൽ ആറ് കൊട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസും ഇക്വേഷനും പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ലാറ്ററൽ സർഫസ് ഓഫ് ഫ്രസ്റ്റ് എന്ന് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പൈ നമുക്കറിയാം. കോണിൻ്റെത് എന്താ നമ്മൾ പഠിച്ചത്, പൈ ആർ എല്ലാണ് അല്ലേ. കോണിൻ്റെ നമ്മൾ പഠിച്ചത് പൈ ആർ എല്ലാണ്. ഇവിടെ 2 ആറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ 2 ആറും ആഡ് ചെയ്യുക. അപ്പോൾ പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു എൽ വരും. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസും പിന്നെ എന്ത് വരും, ഈ ഒരു പോർഷൻ്റെ ഏരിയയും ഈ ഒരു പോർഷൻ്റെ ഏരിയയും രണ്ടും സർക്കിളല്ലേ. അപ്പം താഴെ പൈ ആർ സ്ക്വയറും എന്ന് വരും, മറ്റേത് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ പൈ ആർ സ്ക്വയറും വരും ടോപ്പിലുള്ളത്. പിന്നെ ഈ ലാറ്ററൽ സർഫസും. അങ്ങനെയാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഫ്രസ്റ്റും കാണും. ഓക്കെ, താങ്ക് യു.